എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഇപ്പം ടിക്കറ്റ് എടുക്കാൻ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോ. നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ പോയിട്ട് തിയേറ്ററിൻ്റെ അടുത്ത് വരെ എത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും കിടിലം പടം എന്ന് പറഞ്ഞാൽ അത്രയും കിടിലം പടം. കാരണം തിയേറ്ററിൽ ഞാൻ ഇന്ന് കണ്ട തിയേറ്ററിൽ പൊതുവെ ആൾക്കാർ കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഫിലിം കിടിലെന്ന് പറഞ്ഞാൽ കിടിൽ. ഇതിപ്പം മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് നാളെ അല്ലെങ്കിൽ എനിക്ക് തോന്നി വരാൻ പോകുന്ന കുറേ ദിവസങ്ങളിൽ തിയേറ്റർ ഫുള്ളായിരിക്കും. അത്ര കിടിലെന്ന് പറഞ്ഞാൽ കിടിലം പടം. ഇതിൽ മെയിനായിട്ട് പറയാനൊരു കാര്യമില്ല, ഇന്ദ്രൻസ് ഏട്ടൻ്റെ അഭിനയം. എൻ്റെ മോനെ, ഇന്ദ്രൻസ് എന്ന് പറഞ്ഞൊരു നടൻ്റെ എന്താ പറയുക ഔട്ട്പുട്ട് ഈ ഫിലിമിനെ ഉടനീളം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഈ ഫസ്റ്റ് ഹാഫിലൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചൊരു കാര്യങ്ങളുണ്ട്. കിടിലെന്ന് പറഞ്ഞാൽ കിടില ആക്ടിങ്. എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയ ബഡ്ജറ്റിലൊന്നും എടുത്ത ഫിലിമല്ല, വലിയ ബഡ്ജറ്റിൽ തന്നെ എടുത്തൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം വെച്ചാൽ സ്ക്രീൻ പ്രസൻറ്റ് ആയിക്കോട്ടെ, പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ആയിക്കോട്ടെ, ആർട്ട് വർക്ക് ആയിക്കോട്ടെ, എല്ലാം കൊണ്ട് കിടിലെന്ന് പറഞ്ഞാൽ കിടിലം. ഓരോ സ്ക്രീനിലും ഓരോ ഷോർട്ട് വേസിലും നമുക്ക് തന്നെ ഫീൽ ആവും ഇതൊരു എന്താ പറയുക, ഇതിൽ കുറേ പൈസ മുടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഭംഗിയില്ല, കുറേ ഷോർട്ട്സ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മസ്റ്റ് വാച്ച് ആയിട്ട് തിയേറ്ററാണ്. ഞാൻ കാര്യം പറയുന്നതാണ്, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യണം. ഇപ്പോൾ സാറ്റർഡേ സൺഡേ അങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ടിക്കറ്റ് കിട്ടില്ല. അത്രയും നല്ല പടമായിരിക്കും. ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1980, 90 കാലഘട്ടങ്ങളിൽ നമ്മളെ കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു തമിഴ്നാടും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിൽ ആ സമയത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയും പിന്നെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീലങ്ക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, സ്ഥലങ്ങളെ പറ്റി എനിക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല, അത് സ്പോയിലാക്കുന്നില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ തമിഴ്നാട്, അങ്ങനെ കേരളം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഒരു കിടിലെന്ന് പറഞ്ഞാൽ കിടില ഫിലിം. ഇതിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങൾ ചർച്ചാ വിഷയമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഫിലിമും കൂടിയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സംവിധാനം, ഇതിൽ മെയിൻ മുരളി ഗോപിയാണ് ഇതിൻ്റെ റൈറ്റർ എന്നുള്ള രീതിയിലാണ്. മുരളി ഗോപി എഴുതി വെച്ച ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാൽ പോലും നമുക്കൊരു ഒരു പവർ കയറുന്നതെന്നൊക്കെ പറയില്ല, ഒരു വൈബ് കയറുന്നൊരു ഇതാണ്. കാരണം ഒരിക്കൽ നിങ്ങളിത് മിസ് ചെയ്യരുത് കേട്ടോ. മുരളി ഗോപിൻ്റെ ഡയലോഗ്, റൈറ്റിംഗ്, പ്രസൻസ്, പിന്നെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ, DOP, എല്ലാം ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്കിതിന് കുറ്റം പറയാനില്ല. ഇതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, സൗണ്ട് സിസ്റ്റം, ഇത് നല്ലൊരു തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണും കേട്ടോ. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പ്രതീതി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ഫ്രണ്ട്സും എല്ലാമായിട്ട് പോവുക. നല്ല പഴയ ഹിസ്റ്റോറിക്കലായില്ല, അല്ലെങ്കിൽ പഴയ കാലത്ത് നടന്ന, അല്ലെങ്കിൽ നടന്നിട്ടുണ്ടാവാമെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ആ കാലത്ത് സാഹചര്യങ്ങളെ പറ്റിയിട്ടും കഥകളെ പറ്റിയിട്ടും ഒക്കെ ആര്യ വേറെ ലെവലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താടി വെച്ചൊരാളുണ്ട്, പേര് എനിക്ക് റെഡിക്കറിയില്ല, അവക്കിടലായിട്ടുണ്ട്. അതിൽ കൂടുതൽ മുരളി ഗോപിൻ്റെ ആക്ടിങ്ങും ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്ങാണ്. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. പിന്നെ സോങ്സൊക്കെ ഒരു എന്താ പറയുക, ഒരു കിടിലം പടം. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത പൈസ നഷ്ടമായെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഫീൽ ആവില്ല. തിയേറ്ററിൽ ഇങ്ങനെ 2.5 മണിക്കൂർ നേരം ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റി എന്ന് വെച്ചാൽ എനിക്ക് സമയം പോകുന്ന പേഴ്സണലി അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത്രയും കിടിലായിട്ട് മേക്കിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ മേക്കിങ്ങിനെ നമ്മൾ അങ്ങേയറ്റം, ഈ സംവിധായകനായിക്കോട്ടെ എല്ലാവരും ഈ മേക്കിങ്ങിനെ അങ്ങേയറ്റം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത്രയും കിടിലായിട്ടാണ് ഇത്. നമുക്കൊരു ലാഗ് ഫീൽ ആവുന്നില്ല, സീൻ ബൈ സീൻ പോകുന്നു, അങ്ങനെ എല്ലാം കൊണ്ട് കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി പടം. പിന്നെ ഇത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ചെറിയ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടമാണ്. വലിയ മോശമായിട്ട് കാര്യങ്ങളൊന്നുമില്ല, എല്ലാ രീതിയിലും ഒരു വൈബായിട്ട് പോകുന്നത്. നമുക്ക് സ്ക്രീനിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണെടുക്കേണ്ട ആവശ്യമില്ല. അത്രയും കിടിലായിട്ടാണ് എന്താ പറയുക. എനിക്ക് പേഴ്സണലി ഭയങ്കര ഈ ഫസ്റ്റ് ഹാഫ് കൊണ്ടേ നിർത്തുന്ന സ്ഥലത്ത് ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളും, പിന്നെ ഫൈറ്റ് സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലാണ് കേട്ടോ. നമുക്ക് ആ സൗണ്ട് വിത്ത് ഫൈറ്റ് സീൻ ഇതൊക്കെ കാണുമ്പോൾ കിടിലെന്ന് പറഞ്ഞാൽ കിടിലം. ഞാനിതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക് കീറി മുറിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. 1980, 90 കാലഘട്ടങ്ങളിൽ കേരള, തമിഴ്നാട്, ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊരുതലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്താ പറയുക, പോലീസ് വിത്ത് ജനങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ ആ സ്റ്റോറിയെ എടുത്തു വെച്ചിരിക്കുന്നത് വേറൊരു തലത്തിലാണ്. ഇതൊക്കെ ശരിക്കും നടന്നതാണെങ്കിൽ മേ ബി ഇത്രത്തോളം ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് നമുക്ക് തിയേറ്ററിൽ തോന്നും. കാരണം വെച്ചാൽ നമ്മൾ ആ ഫിലിമിലേക്ക് ഇറങ്ങിപ്പോയി കാണുന്ന ഇതുണ്ടല്ലോ,
കിടിലം കിടിലം കിടിലം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റും എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ വരാം. ബൈ.